എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങയും പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം കഴുകുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഇളകി പോകാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളൊരു 3-4 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചവ്വരിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 1/2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും പാടില്ല, നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തീ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർത്തെന്ന് വെച്ചിട്ട് പാല് നല്ല കട്ടിയൊന്നും ഉണ്ടായിരിക്കില്ല. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമേ കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ചവ്വരി ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ചവ്വരി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ ഡ്രിങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാലിൽ നിന്ന് ഒരു പകുതി ഭാഗം, അതായത് ഈ മാങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ പാലിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ ഇതിൻ്റെ കട്ടി കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ചേർക്കാം. പിന്നെ കുറച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്